ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇറച്ചിച്ചോറ് തയ്യാറാക്കിയെടുക്കാം. ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത് കുക്കറിലാണ്. കുക്കറിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 3 പച്ചമുളക്, മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി, 12 വെളുത്തുള്ളി എന്നിവ ചതച്ചതാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ തക്കാളിയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി മാത്രം അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ അല്പം ഉപ്പ്. ഇവയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രോയിലർ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ബീഫിലും മട്ടണിലൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ബീഫിലും മട്ടണിലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ലൊരു രുചിയും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് മസാല പിടിക്കുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം നന്നായിട്ടൊന്ന് പാകമായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആവിയെല്ലാം പോക്കിയതിന് ശേഷം ഞാൻ കുക്കർ ഒന്ന് തുറന്നു നോക്കുന്നുണ്ട്. ഏകദേശം നന്നായിട്ട് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഒന്ന് പാകമായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റോക്ക് എത്ര ഉണ്ടെന്ന് ഒന്ന് അളന്ന് നോക്കാം. ഏകദേശം 1 കപ്പോളം സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് തന്നെ തിരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പ് റൈസാണ്. 3 കപ്പ് റൈസിലേക്ക് 4.5 കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. 1 കപ്പോളം നമുക്ക് ഈ ചിക്കൻ വേവിച്ചതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി 3.5 കപ്പ് നമുക്ക് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കൈമ റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിത് ഏകദേശം 1 മണിക്കൂറോളം ഞാനിത് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് ഞാൻ അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ആവിയൊക്കെ പോക്കിയിട്ടൊന്ന് തുറന്നു നോക്കുന്നുണ്ട്. റൈസൊക്കെ പാകമായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.